ഹായ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ജസ്റ്റ് ബിടെക് ഈ വർഷം പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന് അവരുടെ മുന്നിലുള്ള കേന്ദ്ര സർക്കാർ ജോലികളെ കുറിച്ച് ഒരു ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ 2025 ബിടെക് കഴിയുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ചിന്തിക്കുന്നത് നമുക്ക് മുന്നിൽ വരുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ഏതായിരിക്കും എന്നുള്ളതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത് എന്നുള്ളത് എപ്പോഴും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം വൺസ് നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒട്ടനേക എക്സാംസുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ആദ്യം വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് SSCJയുടെ എക്സാം കാലണ്ടർ ഒക്കെ ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. വേക്കൻസിയുടെ ഒരു അപ്ഡേറ്റ്സ് ഇങ്ങനെ വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു റീസെന്റ് അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ഈ വർഷത്തെ SSCJ വേക്കൻസീസ് എന്ന് പറയുന്നത് അറൌണ്ട് 2000 ഉണ്ട്. 2000 അടുത്തുണ്ട്. നല്ലൊരു നമ്പറാണ് അത്. അതെ, നല്ലൊരു നമ്പറാണ്. അപ്പം ആ ഒരു 2000-ഓളം വേക്കൻസി ഉള്ളൊരു പരീക്ഷ നിങ്ങൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള അവസരം. അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം പഠിക്കുന്ന ഒരു വൈസ് ഡിസിഷൻ അല്ല. ഒരുപാട് അവസരങ്ങൾ ഉള്ളപ്പം എല്ലാത്തിലും നമ്മൾ ചെന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കരിയർ വൈസ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ അത്തരത്തിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ് RRBJE എന്ന് പറയുന്നത്. അത് ഇതുമായിട്ട് കുറച്ചുകൂടി സിമിലർ ആയിട്ടുള്ളത്, എക്സാക്ട്ലി സിമിലർ അല്ല എന്നാലും സിമിലർ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ലെവൽസ് ഓഫ് എക്സാംസ് നോക്കുകയാണെങ്കിൽ SSCJE ആയിരിക്കും എന്തായാലും മുകളിൽ. RRBJEയേക്കാൾ കുറച്ചുകൂടി ഹൈ ലെവൽ ആയിട്ടുള്ള എക്സാംസ് കമ്പയർ ടു RRBJE എക്സാംസ്. മാത്രമല്ല ആദ്യം വരാൻ പോകുന്നതും SSCJE ആണ്. SSCJയും RRBJയും 2 ടയറുള്ള പരീക്ഷകൾ തന്നെയാണ്. പക്ഷെ പരീക്ഷയുടെ ഘടനയിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം RRBJE എടുക്കുവാണെങ്കിൽ അതിൽ ഫസ്റ്റ് ടയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോർ പേപ്പേഴ്സിനൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ SSCJE ആകുമ്പോഴത്തേക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിൽ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും ഒരുപോലെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സിമിലാരിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് SSCJയുടെ നോൺ ടെക്നിക്കലും RRBJയുടെ CBT 1-ഉമാണ് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു എക്സാംസ് എന്ന് പറയുന്നത്. അതിൽ കുറെ ടോപ്പിക്സ് നമുക്ക് സിമിലർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഈ RRBJE വരുമ്പോൾ അത് പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കും. SSCJE ആകുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അതിന് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ RRB പെട്ടെന്ന് വരും, പെട്ടെന്ന് എക്സാം നടക്കും. CBT 1-ഉം CBT 2-ഉം തമ്മിൽ ഗ്യാപ്പില്ല. CBT 1-ഉം CBT 2 എക്സാം പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആണ്. കാര്യം ഒന്ന് നോൺ ടെക്നിക്കലും ഒരെണ്ണം ടെക്നിക്കലും. അപ്പൊ ഈ നോൺ ടെക്നിക്കൽ ഭാഗം നമ്മള് ബിടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് എൻറ്റയർലി പുതിയ ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ ആ സമയത്ത് SSCJക്ക് പഠിക്കുന്ന സമയത്ത് നോൺ ടെക്നിക്കൽ പോർഷൻ RRBJE ആയിട്ട് ക്ലബ് ചെയ്ത് പഠിക്കാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി ബെറ്റർ അല്ലെ. അത് രണ്ട് എക്സാമിന് ഒരുപോലെ എന്ത് ചെയ്യും, യൂസ്ഫുൾ ആവും എന്ന് മാത്രമല്ല ഇപ്പൊ നിങ്ങൾക്ക് ഈ നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഒരിക്കലും ഒരു എക്സ്ട്രീം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. കാരണം എഞ്ചിനീയറിംഗ് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളാകുമ്പോൾ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് കുറച്ചൊക്കെ ഒരു എഞ്ചിനീയേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവാം. അതെ, കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ് ഒക്കെ എല്ലാ ടോപ്പിക്കുകളും മാത്രമാണ്. ബാക്കി ജനറൽ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീസണിങ് ആയിക്കോട്ടെ, ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈസി ആയിട്ട്, കാരണം കുറച്ചൊരു കോമ്പറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യുന്നവരായിരിക്കല്ലോ പൊതുവെ എഞ്ചിനീയേഴ്സ് ആയിട്ട്. പിന്നെ നമുക്ക് NCERTയുടെ 8, 9, 10 അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ലെവലായിരിക്കും വരത്തുള്ളൂ. അപ്പം അത് ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മേഖല അല്ല. അപ്പൊ നമുക്ക് പുതിയ പാസ് ഔട്ട് ആയിട്ട് വരുന്നവരോട് ഈ 2 എക്സാമിനും കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതിനെ കുറിച്ച് സാറിന്റെ ഒരു ഒപ്പീനിയൻ? അതിലേക്ക് വരുന്നതിന് മുന്നേ ചിലപ്പോൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ RRBJE എടുക്കണോ SSCJയിലേക്കാണോ വേണ്ടെന്നുള്ളത്. നമ്മൾ പറഞ്ഞു അത് രണ്ടിലേക്കും പോകണം എന്നുള്ളത്. പക്ഷെ എന്നാലും കുറച്ച് പേർക്കുള്ള സംശയമായിരിക്കും. ഈ RRBJEന്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ അവർ നോട്ടീസിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരുപാട് ഹൈ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം 13,000 വേക്കൻസി വന്നു. അതേസമയം നോക്കുമ്പോൾ SSCJയിൽ 2,000 ഉള്ളൂ. പക്ഷെ ഈ 13,000 എന്ന് പറയുന്നത് പല RRB സോണുകളിലായിട്ടാണ് വരുന്നത്. നമ്മള് ഓപ്റ്റ് ചെയ്യുന്ന സോണിൽ ചിലപ്പം വളരെ കുറഞ്ഞ, ഇപ്പൊ കേരളത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150-200 ഉള്ളിലുള്ള അത്ര ഒരു ചെറിയ നമ്പേഴ്സ് വരുള്ളൂ. ഇപ്പൊ നമ്മൾ ചെന്നൈ സോണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പാരിറ്റീവ്ലി 1,000 ബിലോ മാത്രമേ വേക്കൻസീസ് ഒക്കെ വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ SSCJയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 2,000 വേക്കൻസീസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. മറ്റേ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും 18,000, 30,000 വോട്ട വരുത്തി അത്രയും വരുന്ന നമ്മുടെ സോണിലെ ആ ഒരു വേക്കൻസീസ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ ആ ഒരു മേജർ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് നമുക്കൊക്കെ കുറച്ചൊരു അസൂയോട് കൂടിയാണ് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ കാണുന്നത്. കാരണം സിവിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ, അതാണ് ഇതിന്റെ ഒരു നമ്പർ എന്ന് പറയുന്നത്. SSCJ
SSCJ തന്നെ ഇപ്പൊ 2000ഓളം വേക്കൻസീസ് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിലൊരു 1500ഓളം സിവിലിയറിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സിവിലിയർ ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അതും ജസ്റ്റ് പാസ് ഔട്ട് ആവുന്ന സമയത്ത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതും നിങ്ങൾ അത് CBT 2 എന്ന് പറയുന്നത് SSCJയുടെ കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ആണ്. 100 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ, അതും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തുകൊണ്ടും നല്ലൊരു അവസരമാണ്. സോ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തി 2 പരീക്ഷയ്ക്കും ഒരുമിച്ച് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ 2 പരീക്ഷയ്ക്കും ക്ലബ്ബ് ചെയ്ത് ഒരുമിച്ച് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1-2 വർഷത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഇതിൽ പറയാന്നുണ്ടെങ്കിൽ മലയാളികൾ പൊതുവെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു എക്സാമിനേഷൻ ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ JEE. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. മുമ്പായിരുന്നെങ്കിൽ ഈ എക്സാമിന്റെ പാറ്റേൺ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ പല ആളുകളും കുറച്ചൊന്ന് പിന്നോട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല പോസ്റ്റുകൾ ഉണ്ട് അല്ലേ? അതായത് ഇപ്പം വളരെ യുണീക്ക് ആയിട്ടുള്ള ചില പോസ്റ്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, അതേപോലെ തന്നെ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുറെ പോസ്റ്റുകൾ SSCJയിൽ വരുന്നുണ്ട്. സോ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുക. അതേസമയം തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് SSCJയിൽ ഒരു നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ലെവലിൽ പെർഫോം ചെയ്താൽ എന്തായാലും RRB JEE ക്ലിയർ ആവും. അപ്പം ഈ SSCJ RRB JEE കോംബോ ഒരു ബാച്ച് നമ്മൾ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്ന വിവരം കൂടി ഇതിലൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പം നമ്മൾ ഈ മാസം 10-ാം തീയതിയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഇവർക്ക് ബിടെക്കാര് ഫ്രഷ് ബിടെക് പാസ് ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 2 എക്സാംസിന്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് എന്തായാലും വരും എന്നുള്ള കാര്യം കൺഫേം ആണ്. വിത്തിൻ ഫ്യൂ മന്ത്സ് അതെന്ത് ചെയ്യും, അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ഈ വർഷം തന്നെ അതിന്റെ എക്സാംസ് നടക്കും. അപ്പം ഇത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതെ, അപ്പൊ നിങ്ങൾക്ക് ആദ്യം, അതായത് നിങ്ങളിപ്പോ പാസ് ഔട്ട് ആകുമ്പോൾ നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ ആ ഒരു ചെറിയ ഏജിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പ്രൊമോഷൻസോട് എന്താ പറയാ, ഹൈ പ്രൊമോഷൻസോട് കൂടി ഹൈ പ്ലേസ് നിങ്ങളുടെ കരിയർ ആസ് വെൽ ആസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഒക്കെ അത്രയും തന്നെ ഇംപ്രൂവ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ 2 എക്സാംസും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സസും അതേപോലെ തന്നെ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, പിന്നെ മോക്ക് ടെസ്റ്റുകൾ, മെന്റൽ സപ്പോർട്ട് എല്ലാം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ. അപ്പൊ ഇത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ടിലേക്ക് എത്താമെന്നുള്ള കാര്യം നമുക്ക് 100% ഗ്യാരണ്ടി. അത് മാത്രമല്ല, നിങ്ങൾ SSCJ ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ സിവിൽ ഒരു കാൻഡിഡേറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് അടുത്ത വർഷം A ലെവൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചൊന്ന് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു ജേർണിയാണ് അല്ലേ? ഇതൊരു അതായത് ഗവൺമെന്റ് എക്സാംസിലേക്കുള്ള ഒരു ജേർണി തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മളിവിടെ SSC RRB കോംബോയിലൂടെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ആ യാത്ര ഒരു പക്ഷെ അവസാനിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലി കേരളത്തിൽ തന്നെ ഏതെങ്കിലും നല്ലൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു A ലെവൽ പോസ്റ്റിലൊക്കെ തന്നെ എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ കോഴ്സസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇന്ന് തന്നെ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും അതേപോലെ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ടീം എൻട്രിയുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് നല്ല റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ ഇൻപുട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നല്ല വിജയം കരസ്ഥമാക്കുക, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.